എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. നമ്മുടെ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിന്റെ സന്തോഷം നിങ്ങളേവരുമായി പങ്കുവയ്ക്കുന്നു. തുടക്കം മുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും സ്ട്രോബെറി ചാനൽ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ അവസരത്തിൽ ആർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന, ഓവനും ബീറ്ററും വേണ്ടാത്ത, മൈദയോ പഞ്ചസാരയോ മുട്ടയോ ബട്ടറോ ഇവയൊന്നും ഉപയോഗിക്കാതെ വെറും 3 ഇൻഗ്രീഡിയന്റ് മാത്രമുള്ള ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ബർത്ത്ഡേ കേക്കിന്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചാനലിന്റെ ഇതുവരെയുള്ള യാത്രയിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ ഈ റെസിപ്പിയുടെ അവസാനം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായി ഷെയർ ചെയ്യാനും മടിക്കരുത്. ബിസ്ക്കറ്റ് പൊടിച്ചാണ് ഈ കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കുന്നത്. അതിനായി മിക്സിയുടെ മീഡിയം ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിക്കാനുള്ള ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പലതരം ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതുതരം ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം. എങ്കിലും ഇത് ചോക്ലേറ്റ് കേക്കിനായതുകൊണ്ട് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണം കൂടുതൽ അളവിൽ എടുക്കാൻ. അഥവാ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ സാധാ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ട് അതിനോടൊപ്പം 2-3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഉപ്പുള്ള ബിസ്ക്കറ്റ് എടുക്കരുത്, മധുരമുള്ള ബിസ്ക്കറ്റ് മാത്രം ഇതിലേക്ക് എടുക്കുക. ഇതിനി നന്നായി പൊടിച്ചെടുക്കാം. വലിയ തരികളൊന്നുമില്ലാതെ നന്നായി തന്നെ ഇത് പൊടിച്ചെടുക്കണം. പല ബിസ്ക്കറ്റുകളും പല സൈസ് ആയതുകൊണ്ട് ബിസ്ക്കറ്റിന്റെ എണ്ണം കറക്റ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബിസ്ക്കറ്റ് പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. ഇനി ഇത് അളന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. 3 കപ്പ് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് ഈ കേക്കിലേക്ക് നമുക്ക് വേണ്ടത്. ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് ഉപയോഗിച്ചാലും പൊടിച്ചു കഴിയുമ്പോൾ ഈ പൊടിക്ക് ഇതുപോലൊരു ചോക്ലേറ്റ് കളർ വരണം. എങ്കിൽ മാത്രമേ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് പാകത്തിനുള്ള മധുരവും ടേസ്റ്റും ഉണ്ടാവത്തുള്ളൂ. ഇതിപ്പോൾ 3 കപ്പ് ബിസ്ക്കറ്റ് പൊടിച്ചത് അളന്ന് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഈ കേക്ക് ഇന്നിവിടെ ബേക്ക് ചെയ്യുന്നത് കുക്കറിലാണ്. 4 ലിറ്ററിന്റെ ഒരു സ്റ്റീൽ കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിന്റെ അടിഭാഗത്തും വശങ്ങളിലും ഓയിലോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ പേപ്പർ വെക്കാം. അതിന് മുകളിലും കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യാം. വശങ്ങളിൽ കൂടി ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. കേക്ക് എളുപ്പത്തിൽ കുക്കറിൽ നിന്നും എടുക്കാനാണ് സൈഡിൽ കൂടി നമ്മൾ ബട്ടർ പേപ്പർ വെക്കുന്നത്. ഈ രീതിയിൽ മാത്രമല്ല, കട്ടിയുള്ള സോസ് പാനിലോ ഓവനിലോ ഒക്കെ ഇത് ബേക്ക് ചെയ്തെടുക്കാം. ആ രീതിയിൽ ചെയ്തിട്ടുള്ള കേക്ക് റെസിപ്പികൾ ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെയ്യാൻ വിസ്ക് വേണമെന്ന നിർബന്ധമില്ല, സ്പൂണോ ഫോർക്കോ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ചെറു ചൂടുള്ള പാലാണ് ചേർക്കേണ്ടത്. അത് കുറേശ്ശെയായി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ബിസ്ക്കറ്റ് നന്നായി പൊടിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് വേഗത്തിൽ തന്നെ അലിഞ്ഞ് ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി കുക്കറിലേക്ക് ബാറ്റർ ഒഴിക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാനായി കുറച്ച് തവണയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കറിൻ്റെ അടപ്പ് വയ്ക്കാം. കുക്കറിൻ്റെ അടപ്പിൽ വാഷർ ഇട്ട് തന്നെയാണ് വയ്ക്കുന്നത്. പക്ഷെ നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് ഉപയോഗിക്കുന്നില്ല. ഓരോരുത്തരുടെയും ബർണറിൻ്റെ സൈസ് അനുസരിച്ച് ബേക്ക് ചെയ്യുന്ന സമയം മാറും. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റൗവിലെ ഏറ്റവും ചെറിയ ബർണർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെറിയ ബർണറിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ലോയിലിട്ടാലും നല്ല ഫ്ലെയിമുള്ള ബർണർ ആണെങ്കിൽ ഒരു തവ വെച്ച് അതിന് മുകളിലായി കുക്കർ വെച്ച് ബേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലോ ഫ്ലെയിമിൽ 20 മുതൽ 30 മിനിറ്റ് കൊണ്ട് ഇത് ബേക്കായി കിട്ടും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ബേക്കായോ എന്നറിയാൻ ഒരു സ്ക്യൂർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ടൂത്ത് പിക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല ക്ലീൻ ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് പെർഫെക്റ്റായി ബേക്ക് ആയിട്ടുണ്ട്. ഇത് തണുക്കാനായി ഒന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു റാക്കിലേക്ക് വയ്ക്കാം. ഇനി ഇതിലെ ബട്ടർ പേപ്പർ സാവധാനം മാറ്റാം. അടിഭാഗത്തെ ബട്ടർ പേപ്പർ കൂടി മാറ്റണം. ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റായി തന്നെ ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കമഴ്ത്തിയെടുക്കാം.
ഇതിന് കംപ്ലീറ്റ് ആയിട്ട് തണുക്കാൻ മാറ്റി വയ്ക്കാം. അതിനുശേഷമാണ് ഇതിൻ്റെ ഡെക്കറേഷൻസ് ചെയ്യുന്നത്. ഇനി ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. ഇത് ചെയ്യാന്നുള്ളത് ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. പക്ഷേ ഇതും കൂടെ ഉള്ളപ്പോൾ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കുന്നു. ഞാനിവിടെ ബോർബോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായി പൊടിച്ചെടുക്കാം. ഗനാഷ് തയ്യാറാക്കാനായി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ച ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ആദ്യം കുറച്ചൊന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. കുറച്ചൊന്ന് കുറുകി തുടങ്ങുമ്പോൾ ബാക്കി പാല് കൂടി കുറേശ്ശെയായി ചേർത്തിളക്കാം. നന്നായി ഒന്ന് കുറുകി തുടങ്ങിയാൽ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലാക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ തയ്യാറാക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിനി ഒട്ടും വെച്ചുകൊണ്ടിരിക്കരുത്, ഉടനെ തന്നെ കേക്കിലേക്ക് ഒഴിക്കണം. വെച്ചുകൊണ്ടിരുന്നാൽ ഇത് ഉറച്ചു പോകും, പാട വീഴും. അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ ഉറച്ചു പോയാൽ കുറച്ച് പാലോ വെള്ളമോ കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി ഈ പരുവത്തിൽ കുറുക്കിയെടുക്കണം. ഇനി ഇത് കേക്കിലേക്ക് ഒഴിക്കാം. കേക്കിൻ്റെ എല്ലാ വശങ്ങളിലേക്കും എത്താനായി എല്ലാ വശങ്ങളിലേക്കും ഒന്ന് ചെരിച്ചു കൊടുക്കുക. ഇത് ഒഴുകി താഴോട്ട് വീഴും. അതുകൊണ്ട് കേക്ക് ഒരു റാക്കിൽ വെച്ച് റാക്ക് ഒരു പാത്രത്തിന് മുകളിലായി തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ വശങ്ങളിലും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ 3 ഇൻഗ്രീഡിയൻറ്റ് ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നുകൂടൊന്ന് ഭംഗിയാക്കാൻ കുറച്ച് കൊക്കോ പൗഡർ ഇതിന് മുകളിലായി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഇനി 2 ബിസ്ക്കറ്റും ഒരു സ്ട്രോബെറി കൂടി വെച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. 800 ഗ്രാം വെയിറ്റുള്ള ഒരു കേക്കാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ബർത്ത്ഡേ കേക്കൊക്കെ വാങ്ങാൻ പറ്റാത്തപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നല്ലൊരു കേക്ക് കൂടിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ സജഷൻസോ ഫീഡ്ബാക്സോ ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. സ്ട്രോബെറി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ട്രോബെറി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം.
താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.